വിളിക്കാൻ ശ്രീ വർഗീസ്. ഹലോ, നമസ്കാരം. ശ്രീ വർഗീസ് പെരുമ്പാവൂർകാരനാണ്. ഈ മധ്യ കേരളത്തിൽ ജോസ് കെ മാണി വന്നാൽ വലിയ മാറ്റമുണ്ടാകും എന്ന് കോൺഗ്രസ് കരുതുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ വർഗീസ്? അല്ല, അത് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ജോസ് കെ മാണിയുടെ പാർട്ടി നിൽക്കുന്നത്. അപ്പൊ 100 സീറ്റിലധികം ജയിക്കുമെന്ന് UDF ജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ സ്വന്തം അണികൾ പറയുന്നത് 76 കിട്ടുള്ളൂ. അപ്പൊ പ്രതിപക്ഷ നേതാവിന് പോലും അണികൾക്ക് വിശ്വാസമില്ലാത്തൊരു വാക്ക് ഉണ്ടോ? പിന്നെ ഇപ്പൊ ഇവര് ഈ അരമനയിൽ പോയിട്ട് അവരൊക്കെ കണ്ട് അങ്ങോട്ട് ചാടിക്കാൻ നോക്കുന്നു. അങ്ങോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോഴേ ഇവരിവിടെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും തമ്മിലടിയായി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അധികാരം കിട്ടിയ 5 വർഷം തമ്മിലടിച്ച് തീർക്കും. വെറുതെ കളയില്ലേ? ഞങ്ങള് ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുസ്തകം അവിടെ എത്തിക്കും. അതുപോലെ പവർ കട്ട് എന്ന സാധനം ഇപ്പൊ കേട്ടോ, ഇവർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു വരും. അതുകൊണ്ട് 5 വർഷം ഈ കേരളത്തിനെ കുട്ടിച്ചോറാക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അടി കൂടുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ ജോസ് കെ മാണി പോകില്ല എന്ന് തർപ്പിച്ച് പറയാത്ത എന്ത്? ജോസ് കെ മാണി പോകില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജോസ് കെ മാണിന്റെ ആരുമല്ല. പക്ഷെ ജോസ് കെ മാണിയുടെ പാല എന്ന മണ്ഡലത്തിൽ പുള്ളി അവിടെ തോറ്റുപോയി കഴിഞ്ഞോണം. അപ്പൊ പുള്ളിക്ക് അവിടെ എന്ത് സ്വാധീനമുണ്ട്? പിന്നെ അവര് മത്സരിക്കുന്ന പൂഞ്ഞാറായിക്കോട്ടെ, ചങ്ങനാശ്ശേരി ആയിക്കോട്ടെ, കടുത്തൂരിച്ച ഇവരെല്ലാം CPM കിട്ടുന്ന സ്ഥലങ്ങളല്ല. അവർ പോയാലും അവരുടെ സീറ്റുകളല്ലേ പോകുന്നുള്ളൂ. അല്ലാണ്ട് CPM റാന്നി പോലെയുള്ള മണ്ഡലമൊക്കെ ഈസി ആയിട്ട് പിടിച്ചെടുക്കാം അവര് ഇതായില്ലെങ്കിലും. അതുകൊണ്ട് ഇപ്പൊ പെരുമ്പാവൂർ പിടിച്ചെടുക്കാൻ പറ്റും. ഈ CPM ആൾക്കാരൊന്നും ഇതിപ്പോ ജനങ്ങൾ മാറി വോട്ട് ചെയ്യും. അവരുടെ മുന്നണിയിൽ ഒരു മാണി പാർട്ടി ഉണ്ടായിട്ടോ എനിക്കിഷ്ടം ഇവിടുന്ന് ഇടതുപക്ഷത്തിന് പോണ ആളാ. എനിക്കിഷ്ടം. അതായത് അവിടെ ചെന്ന് കൂടണം. അവരുടെ അവിടെ ചെന്ന് അടി കൂട്ടണതിൽ കൂടണം. ഇടതുപക്ഷം ഇവിടെ സ്വതന്ത്രമായിട്ട് താഴെ കടയിൽ സമരം ചെയ്തത് ശക്തി ആർജിച്ചു വരണം. അല്ലാണ്ട് ഈ മുന്നണി ആളില്ലാത്ത പാർട്ടിനെ കൂടുതൽ കയറ്റി നിർത്തി ആകേണ്ട കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരി, അപ്പൊ പോയാ പൊക്കോട്ടെ, അതൊന്നും ബാധിക്കില്ല. സർക്കാരിന്റെ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ സമീപിക്കാം എന്നാണ് അങ്ങയുടെ നിലപാടല്ലേ? അതെ അതെ, യെസ്, വ്യക്തമാണ്. അപ്പൊ ശ്രീ പ്രസന്നൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. നമസ്കാരം. ശ്രീ പ്രസന്നൻ വലിയ സന്തോഷവാനാണല്ലോ. എന്തെങ്കിലും ശുഭവാർത്തകൾ കിട്ടിയോ? ഞാൻ പൊതുവെ അത്യാവശ്യം സന്തോഷത്തിലാണ്. അതാ എനിക്ക് ഈ ആളുകളുടെ, ഞാൻ എല്ലാവരുടെയും നമ്മളിപ്പോൾ പലരും തമ്മിൽ കാണാത്തവരാണ്. പക്ഷെ ആളുകളുടെ സംസാരം കേട്ടാൽ അവരുടെ മൂടൊക്കെ എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ ദേഷ്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തോ ഒരു സന്തോഷമുള്ള പോലെ തോന്നി. അപ്പോൾ സത്യമാണ്, സന്തോഷമുള്ള എന്തോ കേട്ടിട്ടുണ്ട് അല്ലേ? അല്ല, പ്രത്യേകിച്ച് സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കണക്ഷൻ കിട്ടിയാലും ഒരു സന്തോഷമുണ്ട്. അത് ശരി, അതാണ് വിളിച്ചപ്പോൾ കിട്ടിയല്ലോ. നമുക്ക് അത്യാവശ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം സ്വതന്ത്രമായിട്ട് പറയാനുള്ള ഒരു ഇടം ആണ് ഈ പൊതുവേദി. അതിന്റെ പേരിൽ എനിക്ക് അത്യധികം ആഹ്ലാദമുണ്ട്. അത് ശരി, ഓ ആ സന്തോഷമാണ്. ആ സന്തോഷമാണ്. അപ്പൊ എന്തായാലും ആ സന്തോഷം ഞാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.